ഹായ്, എല്ലാവർക്കും നമസ്കാരം. എം.എൽ.എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചു. ഈ വാർത്ത പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം തന്നെ കൊടുക്കണ്ടായി. അതിനെ തുടർന്ന് എം.എൽ.എക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു എന്നാണ് എം.എൽ.എയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് തന്റെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ച വാർത്ത എം.എൽ.എയുടെ മകൻ പേര് സഹിതം ഇന്ന എം.എൽ.എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് തെറ്റാണ്. എന്തിനാണ് എം.എൽ.എയുടെ മകൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പയ്യനെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എം.എൽ.എയുടെ മകൻ ഹൈലൈറ്റ് ചെയ്ത് ചില മാധ്യമങ്ങൾ കൊടുത്തു. എനിക്ക് പരിചയമുള്ള ഒരു റിപ്പോർട്ടർ വരെ ഇത്തരത്തിലാണ് വാർത്ത കൊടുത്തത്. അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ചിന്ത കൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിന് തന്നോട് മതപരമായിട്ടുള്ള ദേഷ്യമുണ്ട്, വിവേചനമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ തനിക്കെതിരെ വാർത്ത കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ലൈവ് വരുന്നൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അവരുടെ മകൻ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ ഒരു കേസിലും പെട്ടിട്ടില്ല എന്ന തരത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല് നമ്മൾ പത്രത്തിലൂടെ ആയാലും ടി വിയിലൂടെ ആയാലും പൊതുമാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പല വാർത്തകളും അറിയുന്നത് ഇന്നയാളുടെ മകൻ എന്ന് തന്നെയാണ് അല്ലെ. ഒരു കഞ്ചാവ് കേസിൽ പെട്ടാലും ഏതൊരു ക്രൈമിൽ പെട്ടാലും ഇന്ന നാട്ടുകാരനായിട്ടുള്ള ഇന്നയാളുടെ മകൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ വാർത്ത അറിയില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എം.എൽ.എയുടെ മകൻ ആയതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്നുണ്ടോ? ഒരു പൊതുപ്രവർത്തകയാണ്, ഒരു എം.എൽ.എ ആണ്, അതുകൊണ്ട് തന്നെ ഇന്ന ആളുടെ മകൻ എന്ന് പറയാൻ പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് എം.എൽ.എയുടെ മകനാണെങ്കിൽ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. കാരണം ഒരു പൊതുപ്രവർത്തകയാണ് അവര്. സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അതായത് സമൂഹത്തിന് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ക്രൈമുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പൊതുജനം അറിയേണ്ടതാണ്. കാരണം സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് വേണ്ടേ ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങാൻ. സ്വന്തം കുടുംബം തന്നെ അവരൊരു പരാജയമാണെങ്കിൽ പിന്നെ ജനങ്ങൾ അവരെ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? അവരിതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ റിപ്പോർട്ടറുടെ വീട്ടിലും ഇത് സംഭവിക്കാം നാളെ. അവരുടെ മക്കൾക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ വന്ന് പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ ഇല്ല എന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് സാധനം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ മുന്നിട്ടിറങ്ങുന്ന ജനറേഷനാണ്. കാരണം അത് തെറ്റോ ശരിയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അവരതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു ജനറേഷനാണ്. അതുകൊണ്ട് തന്നെ ഏത് കുടുംബത്തിലും ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് അവർ പറഞ്ഞാൽ വളരെ ശരിയാണ്. ഇന്ന് ഞാൻ നാളെ നീ നാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആരുടെ വീട്ടിലും ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ അങ്ങനെ സംഭവിക്കാതെ നോക്കേണ്ടത് ഒരു കുടുംബനാഥ, ഒരു സിംഗിൾ പാരന്റ് ആണ് അവർ. ആ സിംഗിൾ പാരന്റ് എന്നുള്ള നിലയ്ക്ക് അവരായിരുന്നു ശരിക്കും അത് ചെയ്യേണ്ടിയിരുന്നത്. പ്രത്യേകിച്ചും അവരുടെ ഹസ്ബൻഡ്, ഞാൻ ഈ ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ്. അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലഹരി അധികമായി ഉപയോഗിച്ച് അദ്ദേഹത്തിന് തന്നെ മറ്റുള്ളവരൊരു ഭാരമായി കാണുക തന്നെയെന്ന് ചിന്തയിൽ നിന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദാരുണ സംഭവം തന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളപ്പോ മകനെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലെ. അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിനു പകരം അവര് കേസെടുത്തവരെയും അതുപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നിട്ട് അവര് മകനെ ജാമ്യത്തിൽ എടുത്തോണ്ട് വന്നു. അവരൊരു വക്കീൽ കൂടിയിട്ടാണ്. അപ്പൊ ഇത്ര അളവിൽ കഞ്ചാവ് കൈവശം വെച്ച് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നൊരു വ്യവസ്ഥ ഉണ്ട്. അളവിൽ കൂടിയാൽ മാത്രമേ ജാമ്യം കിട്ടാത്ത വകുപ്പുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവര് വക്കീലും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിലാണ് ഈ കഞ്ചാവ് ഇത്രയും പേരുടെ കയ്യിൽ വളരെ കുറഞ്ഞൊരു എമൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടും. അപ്പൊ അങ്ങനെ ജാമ്യത്തിൽ എടുത്ത് കൊണ്ടുവന്ന മോനെ കൊണ്ടാണ് ഞാനിങ്ങനെ അന്നും ഒരു കേസിലും പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്നിട്ട് എൻ്റെ മോനെതിരെ എനിക്കെതിരെയും വാർത്ത കൊടുത്ത ചാനലുകൾക്കെതിരെ ഞാൻ കേസിന് പോകും. ആ കേസൊന്നും നിലനിൽക്കില്ല, അത് ചാനലുകൾക്കൊക്കെ അറിയാം. എന്നിട്ട് ചാനലിലെ റിപ്പോർട്ടർമാരെ ഒക്കെ അവർ ഇരുന്ന് കുറ്റം പറയാണ്. നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ടാണ്, വർഗീയത ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടേതായ ഒരു വേർഷൻ ഈ റിപ്പോർട്ടർമാർക്കെതിരെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മേനെയും വരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണ് അവരുടെ വീഡിയോസ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കൊക്കെ മക്കളുണ്ട്. നാളെ ഈ തെറ്റിലേക്ക് ആ മക്കൾ പോവില്ല എന്ന് ഒരു ഉറപ്പുമില്ല. കാരണം നമുക്ക് ഒരു പരിധി ഉണ്ട് മക്കളെ കൺട്രോൾ ചെയ്യുന്നതിന്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാലമാണ്. ഈ ലഹരി മരുന്നൊക്കെ ഇഷ്ടം പോലെ സ്കൂൾ പരിസരത്ത് വരെ
സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ഏത് ഗ്യാങ്ങിന്റെ കൂടെയാണ് പോകുന്നതെന്നൊന്നും വീട്ടിലിരിക്കുന്ന പാരന്റ്സിന് അറിയാൻ കഴിയില്ല. ഇവരുടെ കൂട്ടുകെട്ട് എത്തരത്തിലുള്ളതാണ്, ഈ കൂട്ടുകാരിത് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ഈ ഗ്യാങ്ങിൽ ചെന്ന് പെടാനും സാധ്യതയുണ്ട്. ഈ കൂടെ ഇരിക്കുന്ന പിള്ളേർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാതെ ചെന്ന് പെടാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സാധ്യതകൾ മുന്നിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു തെറ്റ് തന്റെ മകന്റെ ഭാഗത്ത് സംഭവിച്ചപ്പോൾ, മോനെ ഞാനൊരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങളെ പിന്നെ അവരുടെ കാര്യങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാള് സ്വന്തം കുടുംബത്തിൽ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അവരെ എത്രത്തോളം എനിക്ക് വില തരും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുമധ്യത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇനി മേലാൽ കൂട്ടുകെട്ട് വേണ്ട. സംഭവിച്ചത് സംഭവിച്ചു, ഒരബദ്ധം ആർക്കും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവിച്ചത് സംഭവിച്ചു, ഇനി മേലാൽ ഇത്തരത്തിൽ സംഭവിക്കാതെ നോക്കണം എന്ന് പറഞ്ഞ മകനെ ഉപദേശിച്ച് ഇങ്ങനൊരു തെറ്റെന്റെ മകന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു, അബദ്ധവശാൽ സംഭവിച്ചാണ്, ഇനി സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമെന്ന് പറയുന്നതിന് പകരം ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയാണ് അവർ കുറച്ച് ചാടുന്നത് എന്നുള്ള ഭയങ്കര അതിശയകരമായിട്ടുള്ള ഒരു കാര്യമായി തോന്നി. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണക്കാരായിട്ട് ആളുകളുടെ വീട്ടിൽ പോലും നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പാരന്റ്സ് കുടുംബക്കാരും മൊത്തം നാണം കിടന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് MLA ആയതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. മകൻ തെറ്റ് ചെയ്താൽ പാരന്റ്സ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിലായാലും വീട്ടിലായാലും. ഇപ്പോൾ ഇവർ കുറച്ച് അറിയപ്പെടുന്ന വ്യക്തിയാവുമ്പോൾ പത്രങ്ങളൊക്കെ അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. അവർക്ക് എന്ന് പറഞ്ഞാൽ സെൻസേഷനാണ് ആവശ്യമില്ല. ഒരു ന്യൂസ് കിട്ടിയാൽ അതിനെ എത്രമാത്രം സെൻസേഷൻ ആക്കാൻ പറ്റുമോ അത്രമാത്രം സെൻസേഷൻ ആയാലേ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കാരണം 1-2 ചാനലുകളൊന്നുമല്ല, 100 കണക്കിന് ന്യൂസ് ചാനലുകളുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കണം, റേറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാർത്തേനെ മാക്സിമം സെൻസേഷൻ ആക്കിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ MLA മകൻ എന്നുള്ളത് അവർക്ക് ഒരു സെൻസേഷണൽ വാർത്തയാണ്, ഒരു സാധാരണക്കാരന്റെ മകനല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കൊടുക്കും അവര്. അതാണ് അവരുടെ ജോലിയുടെ ഭാഗമാണ്, അത് അങ്ങനെ കൊടുക്കുക എന്നുള്ള അവരുടെ ജോലിയുടെ ഭാഗം. അതുകൊണ്ട് അവരത് ചെയ്തു. അവരോട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നാളെ ഇതേ MLA ഈ മകന് ഏതെങ്കിലും ഒരു ഉന്നത പദവി കിട്ടുക, ഉന്നത വിദ്യാഭ്യാസം നേടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഈ മാധ്യമങ്ങൾ ഇതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യും. എന്താണ്, MLA മകൻ ഇന്ന പൊസിഷനിലെത്തി, ഇന്ന ആളായി മാറി, അല്ലെങ്കിൽ ഇന്ന അവാർഡ് കിട്ടി എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ പറയുമോ, അവൻ സ്വന്തം അധ്വാനത്തിൽ കഴിവില് നേടിയെടുത്തതാണ് ആ പദവി, എന്റെ പേര് പറയണ്ട, എന്തിനു മാധ്യമങ്ങൾ എന്റെ പേര് പറഞ്ഞു, എന്റെ മകനാണെന്ന് പറഞ്ഞു എന്ന് ഇവര് പറയുമോ? ഒരിക്കലും പറയില്ല. ഒരു നെഗറ്റീവ് ഇമേജ് വരുമ്പോഴേ മാത്രമേ അവരുടെ മകനാണെന്ന് പറയുന്നതിൽ അവർക്കത് നാണക്കേടായി തോന്നുന്നു. പോസിറ്റീവ് ആകുമ്പോൾ പ്രശ്നമില്ല. അപ്പൊ എല്ലാ പാരന്റ്സും അങ്ങനെ തന്നെയാണ്. തന്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സങ്കടപ്പെടുന്ന പാരന്റ്സ് തന്നെയാണ്. അത് MLA ആയാലും ശരി, സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയാലും ശരി, അത് തിരിച്ചറിഞ്ഞിട്ട് മകനെ ഉപദേശിച്ച് നാളെ ഇതൊരു വലിയൊരു ക്രൈമിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതിനപ്പുറം ഇത് പറയുന്ന ആളുകളെ വിമർശിക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും മാന്യമായിട്ടുള്ള കാര്യം.